ഒരാട് മാത്രം നഷ്ടപ്പെട്ടു പോകുന്നു. ശരിക്കും അന്നത്തെ കാലത്തെയൊക്കെ ഇടയ പരിപാലനയിൽ ഇടയന്മാർ ആട്ടിൻപറ്റത്തെയൊക്കെ മേയിച്ച ശേഷം സന്ധ്യയാകുമ്പോൾ തങ്ങളുടെ ആട്ടിൻപറ്റത്തെ ഒരുമിച്ച് ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് കൊണ്ടുചെന്ന് ഇടയൻ തന്നെ ആ ഗുഹയ്ക്ക് വാതിലായിട്ട് നിലനിൽക്കും എന്നാണ് പിതാക്കന്മാർ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഉള്ളിലേക്ക് ആട്ടിൻപറ്റത്തെ ഉള്ളിലേക്കാക്കിയതിന് ശേഷം കല്ലുരുട്ടി വെച്ച് അടയ്ക്കുകയല്ല, ആ ഗുഹയ്ക്ക് ഇടയൻ തന്നെ വാതിലായിട്ട് നിൽക്കും എന്ന്. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തുവിൻ്റെ ഞാൻ പ്രസ്താവനകളിൽ ഞാൻ വാതിലാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു എന്നൊക്കെ പറയുന്നത് അവർക്കത്രമാത്രം മനസ്സിലാകത്തക്കവണ്ണം അത് നന്നായിട്ട് അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നത്. ഇടയൻ അങ്ങനെ